ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ്, ഏത് അവസ്ഥയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്, അവരുടെ കറണ്ട് എനർജിയാണ് നോക്കാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം, പോസിറ്റീവായിട്ടിരിക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയാണ് ആദ്യം എടുക്കുന്നത് കേട്ടോ. നയൻ ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇനി നിങ്ങളുടെ എനർജി എടുക്കാം. നിങ്ങളുടെ എനർജി ഡെത്ത് കാർഡാണ്. രണ്ട് എനർജി ഉണ്ട് കേട്ടോ നിങ്ങളുടെ എനർജിയിൽ. നമുക്ക് രണ്ട് എനർജി വന്നിട്ടുണ്ട്. ഒന്ന് സണ്ണും വന്നിട്ടുണ്ട്, അതുപോലെ ഡെത്തും വന്നിട്ടുണ്ട്, ഡെത്ത് കാർഡ്. ഇനി നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സ് നോക്കാം. നിങ്ങളോടുള്ള 2 കപ്സിൻ്റെ എനർജിയാണ് കേട്ടോ. 2 കപ്സ് ആണ് ഫീലിങ്സ്. എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇത് 3 വന്നിരിക്കുന്നത് കേട്ടോ. ഇനി ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്നത് കിങ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത്, നിങ്ങളുടെ എനർജി എടുത്ത് നോക്കുമ്പോൾ ഡെത്ത് കാർഡ്. അപ്പോൾ ഇതൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ പോയൊരു ബന്ധമായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് വേദനയിലൂടെയൊക്കെ ഇത് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക, മറക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൊക്കെ നിങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. ഒരിക്കലും ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് മറക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ കൂടിയൊക്കെ ഇത് കടന്നു പോയിട്ടുണ്ട്. അത് വേദനാജനകമായ ഒരു സിറ്റുവേഷനൊക്കെ നിങ്ങൾക്കിടയിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അത്രത്തോളം എന്താ പറയുക, ഡെത്ത് സിറ്റുവേഷൻ കൂടിയൊക്കെ നിങ്ങൾ പോയതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ സണ്ണാണ്, ഒരു പ്രകാശം ഇപ്പോൾ നിങ്ങളിലേക്ക് വന്നതായിട്ട് കാണുന്നുണ്ട്. മനസ്സിനൊക്കെ ഒരു ധൈര്യവും മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതായിട്ട്, എന്തൊക്കെയോ ഒരു ശക്തി നിങ്ങളെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ എനർജി 9 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയും ഒരുപാട് മാറ്റത്തിലൂടെയൊക്കെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ ഫീലിങ്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു 2 കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഫീലിങ്സിൽ. അതായത് അവർക്ക് അനുയോജ്യമായ ഒരു പാർട്ട്ണർ അത് നിങ്ങൾ തന്നെയാണ്. മാത്രം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അവർക്ക് ഒരു ഭയം, അതുപോലെ എന്തൊക്കെയോ ഒരു വിഷമം, എന്തൊക്കെയോ മറ്റുള്ളവരുടെ ഇടപെടൽ കാര്യങ്ങൾ ഒക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഇതിൽ. എന്ന് വെച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ ഇഷ്ടമല്ലാത്ത വിഭാഗം ഉണ്ടാവും. ചില ഫാമിലി, അതുപോലെ നിങ്ങൾക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെയുള്ള ഒരു ബന്ധമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഓവറോൾ എനർജി കിങ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നോക്കാം, നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. ഈ ഒരു വ്യക്തിയുടെ ഓവറോൾ എനർജിയിൽ അവർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ എനർജി ഹെർമിറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് മാറ്റം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾക്കിടയിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരുപാട് നിങ്ങൾ പഠിച്ചു. ഓരോ പാഠത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. കാരണം ജീവിതത്തിൽ നരകവേദനയൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ പറയുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ഇതുവരെ നിങ്ങൾ ഒരാളിൽ നിന്നും അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിലും നിങ്ങൾ ഇതുപോലെ തളർന്നിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ പറയായിരുന്നു, ഒന്നിലും നിങ്ങൾ തളർന്നിട്ടുണ്ടാവില്ല, കരഞ്ഞിട്ടുണ്ടാവില്ല. ഉണ്ടാകാം, നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ എത്രയോ പ്രശ്നങ്ങളിലൂടെയൊക്കെ നിങ്ങൾ തരണം ചെയ്ത് പോയിട്ടുണ്ട്. അതിലൊക്കെ നിങ്ങൾ കരഞ്ഞിട്ടുണ്ടാവും, തളർന്നിട്ട്. പക്ഷേ ഇതുപോലത്തെ ഒരു വേദന ഇതുവരെ അനുഭവിച്ചിട്ടുണ്ടാവില്ല. കാരണം ഏറ്റവും കൂടുതൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ വ്യക്തിയിൽ നിന്നായിരിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഓരോന്ന് മനസ്സിലാക്കിയാണ് ഇപ്പം നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ എനർജിയിൽ നിങ്ങളിപ്പോൾ ഇങ്ങനെ തളർന്നിരിക്കാനൊന്നും ഉദ്ദേശമില്ല. നിങ്ങൾ മുന്നോട്ട് നിങ്ങളെ മനസ്സിലാക്കി സെൽഫ് ലവ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയിൽ ഇതൊരു എന്താ പറയുക,
നമുക്ക് കാണാം 2 കപ്സാണ്. അവരുടെ യഥാർത്ഥ പാർട്ട്ണർ അത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അവർക്ക് മറ്റാർക്കും കൊടുക്കാനാവില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് അത്രത്തോളം ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ചെറുപ്പം തൊട്ടേ അറിയാവുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ. അപ്പോഴേ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ തമ്മിൽ എന്താ പറയുക, ആദ്യമേ ഒരു സ്നേഹം ഉണ്ടായിട്ടുണ്ട്. മനസ്സുകൊണ്ട് നിങ്ങൾ അതുപോലെ അടുത്തിരുന്നവരാണ്. കണ്ടുമുട്ടിയ നാൾ മുതലേ നിങ്ങൾക്കുള്ളിൽ ആ ഒരു വല്ലാത്തൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്, നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ. അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ കുഞ്ഞുനാൾ തൊട്ടേ പ്രണയിച്ചിട്ടുണ്ടാവാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ കുറച്ച് പേർക്ക് അങ്ങനെ കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്ന് പറയുന്നത് ഈ വ്യക്തിയെ കണ്ട മാത്രയിൽ തന്നെ നിങ്ങൾക്ക് കുറേ മുമ്പേ കണ്ടൊരു പരിചയം, അതായത് ആദ്യമായിട്ട് കണ്ടപ്പോഴും നിങ്ങൾക്കുള്ളിൽ ഒരുപാട് നാളത്തെ പരിചയമുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു സ്നേഹം കുറേ കാലം വരെ നിങ്ങളെ കൂടെയുള്ള ഒരു ഫീലായിരിക്കും നിങ്ങൾക്ക് ചെയ്യുന്നത്. അപ്പം എങ്ങനെയായാലും ഈ വ്യക്തി എന്ന് പറയുന്നത് ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിച്ച വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരേ നാട്ടുകാരായിരിക്കാം, അടുത്ത് അറിയാവുന്ന വ്യക്തിയായിരിക്കാം. എങ്ങനെയായാലും ഈ വ്യക്തി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടതായാലും ശരി, ഇനി എങ്ങനെ ഈ വ്യക്തിയെ കണ്ടുമുട്ടിയതായാലും ശരി, നിങ്ങൾക്ക് ഒരു മുൻജന്മ ബന്ധം പോലെ ഫീൽ ചെയ്യുന്ന ഒരു ബന്ധമാണ്. അത്രത്തോളം സോൾ കണക്ഷൻ തോന്നുന്ന ഒരു ബന്ധമായിട്ടാണ് ഇവിടെ ആൾക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളോട്. നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും ഫീൽ ചെയ്യുന്നത്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തടസ്സങ്ങളാണ് മൊത്തം. അതായത് നമുക്ക് ആ മൂൺ എനർജിയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പേജ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പം തടസ്സങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാൻ ഈ വ്യക്തി തയ്യാറാണെന്നാണ് ഇവിടെ കാണുന്നത്. ആ പ്രതീക്ഷ അവർക്കുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക, ഭാരം ഈ സമയത്ത് അവർക്കുണ്ട്. ചില സാഹചര്യത്തിൽ നിങ്ങൾക്കിടയിലുള്ള തകർച്ച കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം. എങ്ങനെയായാലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നത് അവർക്കൊരു ഭാരമായിട്ടാണ് കാണുന്നത്. അവരുടെ സിറ്റുവേഷൻ തന്നെ ഒരു എന്തൊക്കെയോ ഒരു മാനസികാവസ്ഥ അനുഭവിക്കുന്നുണ്ട് ആൾ. ഇപ്പോൾ പോലും അങ്ങനെയാണ്. അവർ ഒരിക്കലും നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്താലും അവർ ഓക്കെ അല്ല. അവർ മനസ്സുകൊണ്ട് അവർ തളർന്ന് പോകുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് എന്തൊക്കെയോ ഒന്നാമത് മൂൺ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പലരുടെയും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം, ഫാമിലി പ്രശ്നം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടായിരിക്കാം. ശരിക്കും ഈ വ്യക്തി ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഒരുപാട് മനസ്സിനൊരു എന്താ പറയുക, ഒരു ഭാരം പോലെയാണ് അവർക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഏസ് ഓഫ് ഷോർട്സ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു വ്യക്തിക്ക് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരണമെന്ന് തന്നെയാണ് അവരുടെ മനസ്സിലുള്ളത്. കറക്റ്റ് ഒരു ആക്ഷൻ എടുത്തിട്ട് മുന്നോട്ട് വരണം. പക്ഷെ നിങ്ങളുടെ എനർജി നോക്കുമ്പോഴെല്ലാം നമുക്ക് ഡെത്ത്, അതുപോലെ ഹെർമിറ്റ്, പിന്നെ വന്നിരിക്കുന്നത് ടവറാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഒരുപാട് അനുഭവിച്ചതിനെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ റീബർത്താണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഇത് നിങ്ങളുടെ എനർജിയാണ്. ഡെത്ത്, അതുപോലെ ഹെർമിറ്റ്. ഡെത്ത് കാർഡ് എന്ന് പറയുമ്പോൾ അതുപോലത്തെ ഒരു വേദനാജനകമായ ഒരു സിറ്റുവേഷനിൽ കടന്നു പോയിട്ടുണ്ട്. ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് മാറ്റം നിങ്ങൾ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതായത് പഴയ രീതിയിൽ നിന്നാൽ ശരിയാവില്ല. അതുപോലെ ടവർ എന്ന് പറയുമ്പോൾ അതിനൊരു റീബർത്ത്. നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ടു, ഒരിക്കലും നിങ്ങൾ വിശ്വസിച്ചിരുന്നില്ല ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഇതുപോലെ ഒരു നോ കോണ്ടാക്റ്റ് ആവും, ഈ ഒരു ബന്ധത്തിൽ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാവും, ഒന്നും നിങ്ങൾ ഇതുവരെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെ നിങ്ങൾ എന്താ പറയുക, അത്രത്തോളം നിങ്ങൾ കഷ്ടപ്പെട്ടെന്നോ. ഒരു 6 മാസം വരെ ചിലപ്പോൾ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് കുറേ നീണ്ട ഒരു നോ കോണ്ടാക്റ്റ് ആയിട്ടുണ്ടാവാം ഈ ഒരു ബന്ധത്തിൽ. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഒരു 6 മാസം നിങ്ങൾ ഒരുപാട് എന്താ പറയുക വേദനയിലൂടെ കടന്നു പോയിട്ടുണ്ടെന്നാണ് കാണാൻ സാധിക്കുന്നത്. അത്രത്തോളം നിങ്ങൾക്ക് തന്നെ നിങ്ങളെ തന്നെ രക്ഷപ്പെടുത്താൻ പറ്റുമോയെന്ന് പോലും നിങ്ങൾ സംശയിച്ചിട്ടുണ്ടാവാം. നിങ്ങൾക്ക് പല ചിന്തയും വന്നിട്ടുണ്ടാവാം. മതി, ജീവനെ വേണ്ട എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവാം നിങ്ങൾക്ക്. എന്നിട്ടും നിങ്ങൾ ഓക്കെ ആയി. അതിനുശേഷം നിങ്ങൾക്ക് വന്നതാണ് സൺ കാർഡ്, പിന്നെ 6 ഓഫ് വാൺസിൻ്റെ എനർജി, അതുപോലെ ദി ഫുൾ കാർഡ്. ഫുൾ എന്ന് പറയുമ്പോൾ ഒരു മാറ്റം, പുതിയൊരു തുടക്കം. എനിക്കിങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, ഞാൻ മുന്നോട്ട് പോകും. ഇനിയിപ്പോൾ ആരെൻ്റെ കൂടെ ഇല്ലെങ്കിൽ ശരി, എനിക്ക് എൻ്റെ ലൈഫ് നോക്കണം. ഒരു സെൽഫ് ലവ് ഒക്കെ ചെയ്തിട്ട് നിങ്ങളെ തന്നെ തിരിച്ചറിയാൻ തുടങ്ങി. ഇതുപോലെ ആയാൽ ശരിയാവില്ല, നിങ്ങൾക്കൊരു മാറ്റം വേണം എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഈ വ്യക്തി ശരിയായി വരും, അല്ലെങ്കിൽ ഈ വ്യക്തി എന്നിലേക്ക് തന്നെ വരും. ഞാൻ ഇത്രത്തോളം എന്താ പറയുക ജെന്യൂനായിട്ട് സ്നേഹിച്ചതിന് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും. ആ ഒരു വിശ്വാസവും
അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ചുള്ള ഒരു എനർജി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ പലതും നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. ആർക്ക് വേണ്ടി ഇനി കാത്തിരുന്നാൽ ശരിയാവില്ല, എനിക്ക് എൻ്റേതായ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകണം എന്നുള്ള ഒരു തിരിച്ചറിവൊക്കെ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ പഠിച്ചു, മാനിഫെസ്റ്റ് ചെയ്യാൻ പഠിച്ചു. അതുപോലെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവാം. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവാം. അതായത് ഈ വ്യക്തി ഇല്ലെങ്കിലും ശരി, എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ഇത്രയും അനുഭവിച്ചതിന് ഇനി ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, ഞാൻ മുന്നോട്ട് പോകും എന്നുള്ള ഒരു ധൈര്യത്തിലാണ് നിങ്ങൾ പോകുന്നത്. ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. എന്ത് തന്നെ ആയാലും, സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും ഇതൊക്കെ നേരിടാൻ തയ്യാറായിട്ടാണ് നിങ്ങളുള്ളത്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നാലും വന്നില്ലെങ്കിലും നിങ്ങൾ അതിനൊക്കെ തരണം ചെയ്യാൻ റെഡിയായിട്ടാണ് നിങ്ങളുള്ളതെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്, നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ആൾ നിങ്ങളിലേക്ക് വരും. ആ ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ട്. പക്ഷേ നിങ്ങൾ ആ പഴയ സ്റ്റേജിലാകാൻ നിങ്ങൾ തയ്യാറല്ല. പഴയതിൽ നിങ്ങൾ അത്രത്തോളം ഡള്ളായി കിടക്കുക, അല്ലെങ്കിൽ അത്രത്തോളം ഡിപ്രഷൻ അടിച്ച് ഒരുപാട് ഇങ്ങനെ എന്താ പറയുക, രക്ഷിക്കാൻ പറ്റുന്ന കാര്യത്തിൽ തന്നെ നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ പറ്റുന്നില്ല. പക്ഷെ അതിൽ നിന്നൊക്കെ നിങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ടെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇനി അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സിലെ അടുത്ത കാർഡ് ഹെയറോപ്പൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള അവർക്ക് ലൈഫ് ലോങ് അവർക്ക് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ ഉദ്ദേശം. ആ ഒരു ഫീലിങ്സാണ് അവർക്ക് നിങ്ങളെടുത്ത്. ഈ ഒരു സമയത്ത് അവർക്ക് ഒരുപാട് എന്താ പറയുക, സ്പിരിച്വലി നിങ്ങളുമായിട്ട് കണക്റ്റ് ആയതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ ചില സാഹചര്യത്തിൽ ഏജ് ഡിഫറൻസ് ഉള്ളവരായിരിക്കാം, കാസ്റ്റ് ഡിഫറൻസ് ഉള്ള എന്ത് തന്നെ ആയാലും അവർക്ക് നിങ്ങളെ വേണം. നിങ്ങളോട് അത്രത്തോളം ഫീലിങ്സാണ് ഈ സമയത്ത് അവർക്ക്. അപ്പോൾ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ചിന്താഗതിയും അവർക്കുണ്ട്. അതുപോലെ ഒരു ഫീലിങ്സാണ്. നിങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അവർക്ക് ആ ഫീലിങ്സിൽ അവർ നിങ്ങളെക്കുറിച്ച് എന്താ പറയുക, നിങ്ങൾ ഒരുപാട് ആ ഒരു സ്പിരിച്വലി നിങ്ങൾ കണക്റ്റായ വ്യക്തികളായിട്ട് അവർക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട്. ഒരുപാട് മാറ്റത്തിലൂടെയാണ് നിങ്ങളും പോകുന്നത്, അല്ലെങ്കിൽ സ്പിരിച്വൽ പാത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നത് എന്നൊക്കെയുള്ള ഒരു ഈ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഫീല് ഈ വ്യക്തിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ നിങ്ങൾ എന്താ പറയുക, ഈ ഒരു സമയത്ത് അവർക്ക് ഈ ഒരു വ്യക്തി തന്നെ ഇപ്പോൾ യൂണിവേഴ്സിനോട് നിങ്ങളെ തന്നെ തിരിച്ച് വേണമെന്നുള്ള ഒരു ഇതിലാണ് അവരുള്ളത്. ഒരു പ്രാർത്ഥനയും കാര്യങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട്. ദൈവവിശ്വാസം ഇല്ലെങ്കിൽ ശരിയും അവരൊരുപാട് ഇപ്പോൾ യൂണിവേഴ്സുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. ഒരുപാട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്താഗതിയിൽ വന്നിരിക്കുന്നതാണ് എയ്റ്റ് ഓഫ് ഷോർട്സിൻ്റെ എനർജി. അതായത് അവർക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് തടസ്സങ്ങൾ കാരണം എന്ത് ചെയ്യണമെന്നും അറിയുന്നില്ല. എങ്ങനെയാണിത് മുന്നോട്ട് പോകേണ്ടത്? നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് തടസ്സം വന്നിരിക്കുന്നത്. മൂൺ എനർജിയാണ്. ചില സാഹചര്യത്തിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് സിറ്റുവേഷൻ ആകാം, അത് ഒരു വ്യക്തിയാകാം, അങ്ങനെ എന്തോ അവരുടെ ഫാമിലി ആകാം. അപ്പോൾ എങ്ങനെയായാലും ഈ വ്യക്തി ഇങ്ങനെ പെട്ടിരിക്കുന്ന പോലെ, ഒരു ട്രാപ്പിനകത്ത് പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് അതൊക്കെ അഴിച്ചു മാറ്റി നിങ്ങളിലേക്ക് വരേണ്ട ഒരു ചിന്താഗതി ഉണ്ട്. മാത്രം ആ വ്യക്തി ഒരുപാട് ശ്രമം നടത്തുന്നതായിട്ടാണ് കാണുന്നത്, ഒരുപാട് വിഷമിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു ഫീലിങ്സ് അവർക്കുണ്ട് ഈ സമയത്ത്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാം മറന്ന് നിങ്ങളിലേക്ക് കൂടി വരണം എന്നുള്ള ഒരു എനർജിയിലാണ് അവരുള്ളത്. എല്ലാം പൊട്ടിച്ചെറിഞ്ഞ്, അതായത് അവരേത് സാഹചര്യത്തിൽ നിന്നാലും അതിനെയൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് അവർക്ക് നിങ്ങളിലേക്ക് എത്തിയാൽ മതി. ആ ഒരു ഫീലിങ്സിലാണ്, ആ ഒരു ചിന്താഗതിയിലാണ് അവരുള്ളത്. ഇവിടെ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം ഈ വ്യക്തിക്കുണ്ട്. അപ്പം അതുപോലത്തെ ഒരു എനർജിയാണ് കാണുന്നത്. അതായത് അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്താനും പറ്റുന്നില്ല, നിങ്ങളെ വേണം ഈ വ്യക്തിക്ക്, നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് നമുക്ക് അവസാനം ഒരു കാർഡ് കൂടി നമുക്ക് എടുത്തു നോക്കാം എന്താണെന്നുള്ളത്. 2 കാർഡാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സമയത്ത് അവർക്ക് ഒരു ഭയം ഉണ്ട്. അത് ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനെ കൊണ്ടായിരിക്കാം ഒരു ഭയം വരുന്നത്. ഇവിടെ ആൾ സ്റ്റക്കാണ്. നിങ്ങളിലേക്ക് പെട്ടെന്ന് വരണമെന്നുള്ള എനർജിയിലാണ് ആളുള്ളത്. നമുക്ക് അവരുടെ എനർജി എടുത്ത് നോക്കുമ്പോൾ അതുപോലത്തെ എനർജിയാണ് കാണുന്നത്. ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട്, നിങ്ങളെ വേഗം വന്ന് ചെന്ന് കാണണമെന്നുണ്ട്. പക്ഷേ അവിടെ ഈ ഒരു തടസ്സങ്ങൾ കാരണം ഈ വ്യക്തിയുടെ മെസ്സേജൊക്കെ ഇപ്പോൾ വരുന്നുണ്ടാവില്ല. നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവാം, എന്താ ആൾ മെസ്സേജ് അയക്കാത്തത്, എന്താ ആളുടെ കോള് വരാത്തത്. പക്ഷെ ആൾക്ക് പറ്റുന്നില്ല, ആൾക്ക് വിളിക്കണമെന്നുണ്ട്. പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം, എന്തോ ആൾ ഭയക്കുന്നത് കാരണം
ആൾക്ക് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. ആൾക്കൊരു ഭയം കയറി വന്നിട്ടുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ. പക്ഷേ ഈ സമയത്ത് നിങ്ങൾ ഇതുകൂടി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇത്രയൊക്കെ സ്നേഹം ഈ വ്യക്തിക്ക് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹം ഉണ്ടെന്ന് അറിയാം. എന്തുകൊണ്ട് ഇവരെന്നിട്ടും വിളിക്കുന്നില്ല? എന്തുകൊണ്ട് ഇവർ ഫോൺ ചെയ്യുന്നില്ല, മെസ്സേജ് അയക്കുന്നില്ല? അല്ലെങ്കിൽ നിങ്ങളെ ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ആൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം. എല്ലാ പേർക്കും അല്ല, കുറച്ച് വിഭാഗം ആൾക്കാർക്ക് മാത്രം ഒരു ബ്ലോക്ക് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ബാക്കിയുള്ളവർ ബ്ലോക്കൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ നിങ്ങളെ വിളിക്കുന്നുണ്ടാവില്ല, നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ടാവില്ല, നിങ്ങളെ ഒരു മാറ്റി നിർത്തിയ പോലെ. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ആൾക്ക് നിങ്ങളുടെ അടുത്ത് നല്ല സ്നേഹമുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം. എന്നിട്ടും ആൾ എന്തുകൊണ്ട് മാറി നിൽക്കുന്നു എന്നുള്ള ഒരു കൺഫ്യൂഷൻ മൈൻഡായിരിക്കാം നിങ്ങൾക്ക് വരുന്നത്. പക്ഷെ നിങ്ങളിപ്പോൾ ഒരുപാട് മാറ്റം നിങ്ങൾക്കുണ്ട്. ആ പഴയ നിങ്ങളല്ല, പഴയ നിങ്ങൾ അതുപോലെ ആയിരുന്നു, ഒരു മരവിച്ച എന്താ പറയുക, അതുപോലെയാണ്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ വന്നാൽ വരട്ടെ ആ ഒരു മൈൻഡിലാണ് നിങ്ങളും പോകുന്നത്. പക്ഷെ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ പോലും നിങ്ങളിലേക്ക് വരണം എന്നുള്ള ചിന്തയിൽ തന്നെയാണ് അവർ. പക്ഷേ മെസ്സേജ് അയക്കാനോ ഒരു ഭയം, അവർക്കിങ്ങനെ ഒരു മെസ്സേജ് അയക്കാനോ കോൾ വിളിക്കാനോ, ഇനിയിപ്പോൾ നിങ്ങളെ നേരിട്ട് വന്ന് കാണുമോ ഒന്നും മനസ്സിലാവാതെ ഒരു സ്റ്റക്കായിപ്പോയി അവർക്കൊരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ് അവരുള്ളത്. പക്ഷേ എന്നാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് നിങ്ങളെ വേണം, നിങ്ങളിലേക്ക് വരും എന്നുള്ള ഒരു ഉറച്ച നിലപാടിലാണ് അവരുള്ളത്. പക്ഷെ ഇപ്പോൾ ഒരു ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളെ ഭയന്നിട്ടായിരിക്കാം, നിങ്ങളിനി സ്വീകരിക്കുമോ, ഇത്രത്തോളം ഒരുപാട് നിങ്ങളെ വേദനിപ്പിച്ചു ഞാൻ, അപ്പോൾ ഇനി തിരിച്ചു വന്നാൽ നിങ്ങൾ അവരെ സ്വീകരിക്കുമോ, ആ ഒരു ഭയം ആവാം കേട്ടോ ഈ വ്യക്തിക്ക്. കാരണം അവിടെ നല്ലൊരു ഭയം ഈ വ്യക്തിക്കുണ്ട് നിങ്ങളടുത്ത്. അത് ചില സാഹചര്യത്തിൽ നിങ്ങളെ തന്നെ ആയിരിക്കാം. നമുക്ക് കാണാം നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ ഒരുപാട് വേദന സഹിച്ചവരാണ്. അപ്പോൾ എന്നിട്ടിപ്പോൾ നിങ്ങൾ ഓക്കെ ആയതാ, ഇനി വീണ്ടും നിങ്ങളിലേക്ക് വന്ന് ഇനിയിപ്പോൾ നിങ്ങൾ ഒരുപാട് തവണ ഈ വ്യക്തിക്ക് ചില സാഹചര്യത്തിൽ പറയണത് നിങ്ങൾ മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് നിങ്ങൾ അങ്ങനെ നിന്നവരായിരിക്കാം. ഇതുപോലെ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനൊക്കെ നിങ്ങൾക്കിടയിലുള്ളപ്പോഴൊക്കെ അവർ വരുന്ന സമയത്ത് സ്വീകരിച്ചു. അവസാനം നിങ്ങൾക്കിതൊരു അവസാന ഡിസിഷനായിരിക്കും ചില സാഹചര്യത്തിൽ നിങ്ങളുടേത്. അതൊക്കെ കാരണമായിരിക്കാം ഈ വ്യക്തിക്ക് ഒരു ഭയം നിങ്ങളടുത്ത് എന്തായാലും ഉണ്ട് ഈ വ്യക്തിക്ക് ഇപ്പോൾ. അതാണ് കാണുന്നത് കേട്ടോ. എന്നാലും കുറച്ചൊരു ചിന്താഗതി എന്ന് പറയുന്നത് ആൾക്ക് നിങ്ങളിലേക്ക് വരണം, മാത്രം ഇപ്പോൾ അതിനുള്ള ധൈര്യം ആൾക്ക് ഇല്ല, കുറവാണ്. ആൾ സ്റ്റക്കാണ്. ആ ഒരു കുതിര അങ്ങോട്ടേക്ക് നീങ്ങുന്നില്ല. എന്നാൽ ആൾക്ക് വരണം എന്നുള്ള ചിന്തയിൽ ഉറച്ചു നിൽക്കുക ആൾ. പക്ഷെ അത് നീങ്ങുന്നില്ല, അത് ആൾ സ്റ്റക്കായി പോയതാണ് കേട്ടോ. എന്ന് വെച്ച് ആൾ വരില്ല എന്നല്ല, ആൾ വരും. നമുക്ക് അവരുടെ എനർജി എടുത്ത് നോക്കുന്ന സമയത്ത് ഇത്രയും പെട്ടെന്ന് ആൾക്ക് നിങ്ങളിലേക്ക് വരണം എന്നുള്ള ഒരു ചിന്തയിലാണുള്ളത്. ഒരു ആക്ഷൻ എടുക്കണം, വരണം, നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. ഒരുപാട് സ്വപ്നങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ വ്യക്തിക്കുണ്ട്, ഒരുപാട് ഫീലിങ്സ് ഉണ്ട്. നമുക്ക് കാണാം ആ 2 of Cupsൻ്റെ എനർജി, ഒരുപാട് ഫീലിങ്സ് ഉണ്ട്, അവർക്ക് ഒരുപാട് ഓർമ്മകളുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു 6 of Cupsൻ്റെ എനർജി. അതുപോലെ ഹെയർ ഓപ്പൻ്റെ എനർജി, നിങ്ങളുമായിട്ടുള്ള ഒരു വിവാഹമൊക്കെ ആൾ സ്വപ്നം കാണുന്നുണ്ട്. അല്ലാത്തവർക്കിപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉള്ളവരുണ്ടാവാം, ലവേഴ്സ് ഉണ്ടാവാം ഇതിൽ. അതുപോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടാകാം ഈ ഒരു റീഡിങ് കാണുന്നവർ. അപ്പോൾ എല്ലാവർക്കും ആയിട്ടാണ്. എങ്ങനെയായാലും ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് ഒരു റിയൂണിയൻ, ഒരു റീകൺസിലേഷനൊക്കെ ആൾ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. ചിത്തിര ലെറ്റർ L ആണ്, ലെറ്റർ U, എറണാകുളം, മകം, അത്തം, കണ്ണിന് പ്രത്യേക ഭംഗിയുള്ളവരായിരിക്കാം, പത്തനംതിട്ട, എബ്രോഡ് ഉള്ളവരായിരിക്കാം, ഇടുക്കി, ലോങ് ഹെയർ, മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ളവരായിരിക്കാം, ഡിസംബർ മാസം, സെപ്റ്റംബർ, ഉത്രട്ടാതി, ഗൾഫ് രാജ്യം, വൈറ്റ് ബട്ടർഫ്ലൈസ്, ലെറ്റർ H ആണ്, തിരുവാതിര, ലെറ്റർ Q, ആർട്ടിസ്റ്റ് ആയിരിക്കാം, X ആണ്, ലെറ്റർ X, ലെറ്റർ A, 11 നിങ്ങൾ കാണുന്നുണ്ടാകാം ഈ ഒരു സമയം, ബ്ലൂ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാകാം, ലെറ്റർ J, 8, 23, പൂയം നക്ഷത്രം, M ആണ്, ലെറ്റർ M, പൂരം, മെയ് മാസം, 1 എന്ന് എഴുതിയിട്ടുണ്ട്, നമ്പർ 1, Y, ലെറ്റർ Y, ലെറ്റർ
33. സോഷ്യൽ വർക്കറായിരിക്കാം. കാർത്തിക നക്ഷത്രം, പിങ്ക് കളർ, കോട്ടയം, 48, 28, 19, 36, 41 ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നേ, തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക് യു.